പരിശുദ്ധനായ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചൊവ്വാഴ്ച കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി. ദൈവത്തിൻ്റെ ആലയത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇപ്രകാരം ഒരു ദിവസം നമുക്കായി ഒരുക്കിയ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുകയാണ്. ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും ദൈവം നമുക്കൊരാലയം നൽകി. മാത്രമല്ല, ഈ ലോകത്തിൽ അനേകം സഭകളും അനേകം കൂട്ടായ്മകളും ഉള്ളപ്പോൾ ദൈവം തിരഞ്ഞെടുത്തതായ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരികയും ഇതുവരെയും നിലനിർത്തുകയും ചെയ്തതായിട്ടുള്ള കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആർക്കും ലഭിക്കാത്തതായിട്ടുള്ള ഭാഗ്യം പാപികളും ദോഷികളുമാകുന്ന നമുക്ക് ദൈവം നൽകി. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് എല്ലാവർക്കും ഉപമകളിൽ അത്രേ ദൈവം സംസാരിക്കുന്നത്. എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിപ്പാൻ ഞാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. എല്ലാവരോടും ഉപമകളായി ദൈവം സംസാരിച്ചപ്പോൾ ശിഷ്യന്മാരോട് ദൈവം ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളാണ് വെളിപ്പെടുത്തിയത്. അപ്രകാരം ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവം നമ്മെ ഇതുവരെയും വഴി നടത്തി. അനേക ഇടങ്ങളുണ്ടായിട്ടും സർവശക്തനായ ദൈവം ഇവിടെയാണ് താഴ്ന്നിറങ്ങി വന്നത്. ദൈവം സ്ഥാപിച്ചതായിട്ടുള്ള ദൈവത്തിൻ്റെ ആലയത്തിൽ നമുക്കായിരിക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആലയത്തിൽ ആരാധിക്കുക എന്നുള്ളത് മാത്രമല്ല, ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും ദൈവത്തിൻ്റെ ആലയത്തിൽ കടന്നു വരുന്നതായിട്ടുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും നമ്മുടെ സമസൃഷ്ടികൾക്ക് വേണ്ടി കരയുവാനും എല്ലാറ്റിനും ദൈവം നമ്മെ ഒരുക്കി. അതിനായി ദൈവത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുകയാണ്. അനവധി ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരും കൊള്ളാകുന്നവരും ഉണ്ടായിരിക്കെ അവരോടൊന്നും തോന്നാത്തതായിട്ടുള്ള കരുണ സർവശക്തനായ ദൈവം നമ്മോട് കാണിച്ചു. അതിനെത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നന്മയല്ലാതെ യാതൊരു തിന്മയും നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ മാത്രമേ ഉള്ളൂ, പോരായ്മകൾ മാത്രമേ ഉള്ളൂ, അവിശ്വസ്തകളും അനുസരണക്കേടുകളും മാത്രമേ ഉള്ളൂ എന്ന് ദൈവത്തിൻ്റെ മുമ്പാകെ സമ്മതിച്ചേ മതിയാവുകയുള്ളൂ. ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്തു എങ്കിലും കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങയാകുന്നു. എന്നാൽ മേലാൽ കായ്ച്ചെങ്കിലും എന്നുള്ള തീരുമാനപ്രകാരം ദൈവം ഇതുവരെയും നിലനിർത്തി, അനവധി വർഷങ്ങൾ നിലനിർത്തി. അതിനായി ദൈവത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഒരുക്കത്തോടുകൂടി കടന്നു വന്നതായിട്ടുള്ള മക്കളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ ഏക മനസ്സോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ദൈവം വലിയവ തന്നെ പ്രവർത്തിക്കും. അസാധ്യമായി ഒന്നുമില്ലാത്ത സകലതും സാധ്യമാക്കുന്ന സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. കഴിഞ്ഞ മാസം നാം പ്രാർത്ഥിച്ചതായിട്ടുള്ളൊരു വിഷയം മഴയെ നൽകി അനുഗ്രഹിക്കണമേ എന്നുള്ളതാണ്, കൊടും ചൂടിൽ നിന്ന് രക്ഷിക്കണമേ എന്നുള്ളതാണ്. എന്നാൽ മഴക്കാലത്ത് പോലും ഇല്ലാത്തതായിട്ടുള്ള അത്രയും മഴയെ നൽകി സർവശക്തനായ ദൈവവും അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം തന്നെ ഈ പ്രാർത്ഥനാലയമെന്ന് ദൈവം വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ട് വഴി നടത്തുന്നു. അതിനായി ദൈവത്തിന് സ്തോത്രം. ഇന്നും അനവധി വിഷയങ്ങൾ നമുക്ക് പ്രാർത്ഥിപ്പാനായിട്ടുണ്ട്. ഒരു യുദ്ധത്തിനായിക്കൊണ്ട് ശ്രമിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുമാറാകട്ടെ. അനവധി കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അനേകർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്നു. അനേകർ അപകടങ്ങളിൽ കൂടെ നശിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ദൈവത്തിൻ്റെ ആലയത്തിൽ ആരാധിക്കുന്നതായിട്ടുള്ള ചില വ്യക്തികൾ ആശുപത്രിയിൽ രോഗക്കിടക്കയിലായിരിക്കുന്നുണ്ട്. അതുപോലെ സത്യസുവിശേഷത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വചനം വേഗത്തിൽ വ്യാപിക്കുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ജനം വിടുവിക്കപ്പെടുവാനും ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കണം. നാം പ്രാർത്ഥിച്ചാൽ ദൈവം തീർച്ചയായിട്ടും പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവസന്നിധിയിൽ നാം അപ്രകാരം വിശ്വാസത്തോടുകൂടി ഏകമനസ്സോടുകൂടി
കുറവുകളെല്ലാം ദൈവത്തോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വരാം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. 18 കൂടി വായിക്കാം. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ഏലിയാവ് പ്രാർത്ഥിച്ചു, മഴ പെയ്തില്ല. രണ്ടാമത് ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചു, മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു എന്നാണ് ദൈവവചനം നാം വായിച്ചു കേട്ടത്. ഇന്ന് തീർച്ചയായും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ഏലിയാവിനെ പോലെ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ജാതികളെപ്പോലെ നമ്മൾ പലപ്പോഴും ജൽപ്പനം ചെയ്യുന്നവരാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥന അതല്ല, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ദൈവവചനം പഠിപ്പിക്കുന്നത് അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, എന്നാൽ വിശ്വാസത്തോടുകൂടി ആ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അപ്പോൾ പ്രാർത്ഥന എന്നുള്ളത് വിശ്വാസത്തോടുകൂടി ആയിരിക്കണം. യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, മലകളെ നീക്കുവാൻ തക്ക വിശ്വാസത്തോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. എന്താണ് കടുകുമണി? പൂർണ്ണമായ വിശ്വാസമാണ്. ദൈവത്തിൻ്റെ ദാസൻ പലപ്പോഴായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്, കടുകുമണി എന്ന് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായ പ്രാർത്ഥന എന്നാണ്. ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന അപ്രകാരമുള്ളതാകുന്നു എങ്കിൽ തീർച്ചയായും പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അനീതിയോടുകൂടിയല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പോൾ ഇന്ന് ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നത് എപ്രകാരമാണ്? അനീതിയോടുകൂടിയാണോ? ദൈവത്തോട് പാപം ചെയ്തിട്ടാണോ? വിശ്വാസത്തോടു കൂടിയാണോ? അതോ നീതിമാനായിട്ടാണോ എന്ന് നമ്മൾ ഓരോരുത്തരുമാണ് ദൈവസന്നിധിയിൽ ശോധന ചെയ്യേണ്ടത്. ദൈവം നമ്മെ ശോധന ചെയ്യുമ്പോൾ നമ്മുടെ കുറവുകൾ ദൈവത്തിൻ്റെ മുമ്പാകെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയുള്ളൂ. ഇന്ന് ഒരു ദിവസം വളരെ വിഷമത്തോടുകൂടി ജോലി ഭാരങ്ങളെല്ലാം മറന്ന് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നമ്മൾ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത് അനേകർക്ക് പ്രയോജനമുള്ളതായി തീരുവാൻ വേണ്ടിയാണ്. എന്നാൽ നമ്മുടെ പ്രാർത്ഥന എല്ലാവർക്കും പ്രയോജനമുള്ളതായി തീരണമെങ്കിൽ ഏക മനസ്സോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ദൈവവചനം പഠിപ്പിക്കുന്നത്, സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചു. അപ്പോൾ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ ഏക മനസ്സോടുകൂടി പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക, നീതിയോടുകൂടി പ്രാർത്ഥിക്കുക. ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള പ്രാർത്ഥന നമ്മൾ കഴിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള പ്രാർത്ഥന നമ്മുടെ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞുള്ള പ്രാർത്ഥനയാണ്. അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. അപ്പോൾ എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത്? തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞു വേണം പ്രാർത്ഥിക്കുവാൻ. ഇന്ന് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നതായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും എപ്രകാരമാണ് ഇരിക്കുന്നത്? പരസ്പരം വൈരാഗ്യത്തോടുകൂടിയാണോ? സങ്കടത്തോടുകൂടിയാണോ? ദേഷ്യത്തോടുകൂടിയാണോ? അതോ സ്നേഹത്തോടുകൂടിയാണോ എന്നുള്ളത് നമ്മളാണ് ദൈവസന്നിധിയിൽ ശോധന ചെയ്ത് ദൈവത്തോട് മറുപടി പറയേണ്ടത്. ഇവിടെ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിപ്പിൻ. അതിനർത്ഥം സ്നേഹമല്ലാതെ മറ്റ് യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് തടസ്സമായിട്ടുള്ളത്
ദൈവം കേൾക്കുവാൻ തടസ്സമായിട്ടുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ മാത്രമാകുന്നു. ആ പാപങ്ങളെല്ലാം നാം തമ്മിൽ ഏറ്റുപറയണം. ഇന്ന് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കണം. ഇന്ന് ഏക മനസ്സോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള പ്രാർത്ഥനയാണ് ദൈവത്തിന് പ്രസാദം. അങ്ങനെയുള്ള പ്രാർത്ഥനയാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഭിന്നതയോടുകൂടിയ പ്രാർത്ഥനയല്ല, രണ്ട് മനസ്സോടുകൂടിയ പ്രാർത്ഥനയല്ല, വിദ്വേഷവും വൈരാഗ്യവും വെച്ചുള്ള പ്രാർത്ഥനയല്ല. ദൈവസന്നിധിയിൽ ഏക മനസ്സോടുകൂടിയുള്ള പ്രാർത്ഥന. ഏക മനസ്സ് നമുക്ക് ലഭിക്കണമെങ്കിൽ ഏക സത്യ ദൈവം പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ആ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ മാത്രമേ ഏക മനസ്സ് നമുക്കുണ്ടാവുകയുള്ളൂ. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ആലോചനയും തീരുമാനവും സത്യമെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. എന്നാൽ സത്യം ഒന്നേ ഉള്ളൂ, അത് സർവശക്തനായ ദൈവമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. മൂന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ആലയത്തിലാണ് നാം ആയിരിക്കുന്നത്. ഈ ആലയത്തിൽ ദൈവം ആഗ്രഹിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥന, ആരെല്ലാം ഈ ആലയത്തിലേക്ക് തന്നെത്താൻ താഴ്ത്തി നിലവിളിക്കുന്നുവോ അവരുടെ നിലവിളിയാണ് ദൈവം കേൾക്കുന്നത്. അപ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നാം നമ്മെ തന്നെ താഴ്ത്തണം. നമ്മിൽ കുറവുകളില്ല എന്ന് പറയുന്നു എങ്കിൽ ദൈവത്തെ നാം അസത്യവാദിയാക്കുന്നു. നാം കുറവുകളുള്ളവരും, നാം പോരായ്മകളുള്ളവരും, നാം അവിശ്വാസമുള്ളവരും അവിശ്വസ്തരുമാകുന്നു എന്ന് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കണം. ഇവിടെ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്, നമ്മോട് തുല്യനായ മനുഷ്യനാണ് ഏലിയാവ്. എന്നാൽ ഏലിയാവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. കാരണം ഏലിയാവ് നീതിമാനായതുകൊണ്ടല്ല, ഏലിയാവ് വിശുദ്ധനായതുകൊണ്ടല്ല, ഏലിയാവ് ഒരു തെറ്റും ചെയ്യാത്തത് കൊണ്ടല്ല. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു നമുക്ക് സ്വഭാവമുള്ള മനുഷ്യനാകുന്നു എന്നുള്ളത്. എന്നാൽ ഒരു കാര്യം ഏലിയാവിന് ഉണ്ടായിരുന്നു, ഈ ദൈവം പറഞ്ഞതായിട്ടുള്ള വാക്ക് അവൻ അതുപോലെ വിശ്വസിച്ചു എന്നുള്ളതാണ്. ദൈവവചനം പഠിപ്പിക്കുന്നത് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്ന് നമുക്കില്ലാത്തത് ദൈവം പറഞ്ഞത് അതുപോലെ വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ദൈവം താഴ്ന്നിറങ്ങി വന്ന് അനേക വർഷങ്ങൾ അനേക കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ദാസനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. എന്താകുന്നു എന്ന് ചോദിച്ചാൽ പറഞ്ഞത് അതേപോലെ 100% വിശ്വസിച്ചു എന്നുള്ളതാണ്. മുമ്പിലേക്കും പുറകിലേക്കും നോക്കിയില്ല, ആരുടെയും ആലോചന കേട്ടില്ല. ദൈവം പറഞ്ഞതായിട്ടുള്ള വാക്ക് അത് പൂർണ്ണമായി വിശ്വസിച്ചു എന്നുള്ളതാണ്. ആ വിശ്വസിച്ചതിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇപ്രകാരം ഒരാലയം ഉണ്ടാകുവാനും നമ്മളെല്ലാവരും ജീവനുള്ള ദൈവത്തെ അറിയുവാനും ഇടയായി തീർന്നത്. എന്നാൽ പലപ്പോഴും ദൈവമാണോ പറഞ്ഞത്, അതോ പിശാചാണോ പറഞ്ഞത്, അതോ മനുഷ്യനാണോ പറഞ്ഞത് എന്നുള്ള സംശയങ്ങളാണ് നമ്മുടെ ഉള്ളിലുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ വാക്കിന് ഒരു നാളും മാറ്റമുണ്ടാവുകയില്ല. ദൈവം പറഞ്ഞാൽ അത് അതേപോലെ സംഭവിക്കും. ഏലിയാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഴയും മഞ്ഞും ഉണ്ടാവുകയില്ല. ഏലിയാവിന് പറയുവാൻ വിശ്വാസമുണ്ടായിരുന്നു. നമുക്കില്ലാത്തത് വിശ്വാസമാണ്. ഏലിയാവ് പറഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കുമോ എന്ന് അവൻ്റെ ഉള്ളിൽ സംശയമുണ്ടായിരുന്നില്ല. അവൻ അത്രമാത്രം ദൈവത്തെ വിശ്വസിക്കുന്നവനായിരുന്നു. എന്തുകൊണ്ടാണ് ഏലിയാവ് പറഞ്ഞതുപോലെ സംഭവിച്ചത്? ഏലിയാവ് പറഞ്ഞത് സർവശക്തനായ ദൈവം അവനോട് പറഞ്ഞതാണ്. ഇന്ന് ദൈവം പറഞ്ഞത് പറയാതിരിക്കുമ്പോഴും ദൈവം പറയാത്തത് നമ്മൾ പറയുമ്പോഴുമാണ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കാതെ പോകുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വാക്കിന് യാതൊരു മാറ്റവുമില്ല. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ സംഭവിക്കും. അതിനൊരു നാളും മാറ്റമുണ്ടാവുകയില്ല. അബ്രഹാമിനോട് കഴിഞ്ഞ ആഴ്ചയിൽ ദൈവം സംസാരിച്ചത്, അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു, നീ നിന്റെ ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അബ്രഹാം ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞില്ല. ദൈവം വിളിച്ചു,
ദൈവം തിരഞ്ഞെടുത്തു. ദൈവം പറഞ്ഞു, അവൻ വിശ്വാസത്തോടുകൂടെ ഇറങ്ങി. അതിൻ്റെ അനന്തരഫലമായി അവൻ വാഗ്ദത്ത ദേശം പ്രാപിക്കുവാനും ദൈവത്തിൻ്റെ സ്നേഹിതനായി തീരുവാനും കഴിഞ്ഞു. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്, ഞാൻ എൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ചോദിക്കാതെ പറയാതെ ഞാനൊന്നും ചെയ്യുകയില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അവൻ അതേപോലെ ദൈവത്തെ വിശ്വസിച്ചു എന്നുള്ളതാണ്. ഈ ആലയത്തിൽ ദൈവത്തിൻ്റെ ദാസനോടും അപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നോട് ചോദിക്കാതെ യാതൊന്നും ചെയ്യുകയില്ല. കാരണം ദൈവത്തിൻ്റെ വചനം അതുപോലെ അനുസരിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും വേണ്ടത് ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്, ദൈവവചനത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. ദൈവം നമ്മോട് സംസാരിച്ചത് നാം അനുസരിക്കുക എന്നുള്ളതാണ്. അനുസരിച്ചാലേ അനുഗ്രഹം പ്രാപിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. ഇവിടെ എഴുതിയിരിക്കുന്നത്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. രണ്ടാമത്തെ കാര്യം, മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. 3 സംവത്സരം പെയ്തില്ല, 6 മാസവും പെയ്തില്ല. കാരണം ഏലിയാവ് ഒരു വാക്ക് പറഞ്ഞു, അത് സർവശക്തനായ ദൈവത്തിന്റെ വാക്കായിരുന്നു. രണ്ടാമത്തെ കാര്യം, അവൻ വീണ്ടും പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ! വീണ്ടും പ്രാർത്ഥിക്കുവാനുള്ള കാരണം, അവനോട് ദൈവം വീണ്ടും സംസാരിച്ചു. അതാണ് അവൻ പ്രാർത്ഥിച്ചത്. അവൻ അത് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്യുകയും ഭൂമിയിൽ ധാന്യം വിളയുകയും ചെയ്തു. എന്നാൽ ദൈവം പ്രവർത്തിക്കാതിരിക്കുന്നത് നമ്മുടെ പാപമാണ്. എസ്രാ പുസ്തകം 9-ാം അധ്യായം അതിന് 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എസ്രയുടെ പുസ്തകം 9-ാം അധ്യായം അതിന് 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എന്റെ ദൈവമേ, ഞാൻ എന്റെ മുഖം എന്റെ ദൈവമായ നിങ്കിലേക്ക് ഉയർത്തുവാൻ ലജ്ജിച്ച് നാണിച്ചിരിക്കുന്നു. ഹല്ലേലൂയ! 5-ാമത്തെ വാക്യം വായിക്കാം. 5-ാമത്തെ, സന്ധ്യായാഗത്തിന്റെ സമയത്ത് ഞാൻ എന്റെ ആത്മതപനം വിട്ട് എഴുന്നേറ്റു. കീറിയ വസ്ത്രത്തോടും മേലങ്കിയോടും കൂടെ മുട്ടുകുത്തി എന്റെ ദൈവമായ യഹോവയിലേക്ക് കൈമലർത്തി യഹോവയോട് ഞാൻ പറഞ്ഞതെന്തെന്നാൽ, ഹല്ലേലൂയ! എസ്രാ ദൈവ സന്നിധിയിൽ പ്രാർത്ഥിച്ചത് എന്താകുന്നു എന്ന് അതിന്റെ താഴത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്റെ ദൈവമേ, ഞാൻ എന്റെ മുഖം എന്റെ ദൈവമായ നിങ്കിലേക്ക് ഉയർത്തുവാൻ ലജ്ജിച്ച് നാണിച്ചിരിക്കുന്നു. അതിനർത്ഥം ഞങ്ങളിൽ കുറവുകളുണ്ട്, ഞങ്ങളിൽ പോരായ്മയുണ്ട്. നിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ യോഗ്യനല്ല, നിന്നോട് പറയുവാൻ യോഗ്യനല്ല, നിന്റെ മുഖത്തേക്ക് നോക്കുവാൻ യോഗ്യനല്ല. അത്രമാത്രം കുറ്റങ്ങളുള്ളവരാണ്, കുറവുകളുള്ളവരാണ് ഞങ്ങളെന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കുന്നതാണ് ദൈവത്തിന് പ്രിയവും പ്രസാദകരവുമായിട്ടുള്ള പ്രാർത്ഥന. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന പോലെ ആകണം, അല്ലാതെ പരീശന്റെ പ്രാർത്ഥന പോലെ ആകരുത്. പരീശനെ പ്രകാരമാണ് പ്രാർത്ഥിച്ചത്, ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നു, കിട്ടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു, ഞാൻ ഈ നിൽക്കുന്നതായിട്ടുള്ള ഈ മനുഷ്യനെ പോലെ ഉള്ളവനല്ല, ഞാൻ നിന്നോട് ചേർന്നിരിക്കുന്നവനാണ്. എന്നാൽ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത് ദൂരത്ത് നിന്ന് മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട്, മഹാപാപിയായി എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ നിലവിളിച്ചു. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു, അവൻ നീതീകരിക്കപ്പെട്ടവനായി കടന്നുപോയി. ദൈവവചനം പഠിപ്പിക്കുന്നു, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. ഹല്ലേലൂയ! എസ്രാ ദൈവസന്നിധിയിൽ ഇപ്രകാരം പ്രാർത്ഥിച്ചു, നിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങൾക്ക് ലജ്ജയാണ്, കാരണം അത്രമാത്രം കുറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കുവാനുള്ള ഒരു മനസ്സുണ്ടോ? ദൈവമേ, നിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങൾ കൊള്ളരുതാത്തവരാണ്. നീ പറഞ്ഞതൊന്നും ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, നീ പറഞ്ഞതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, നീ പറഞ്ഞതൊന്നും ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല, നീ പറഞ്ഞതുപോലെ ഞങ്ങൾ നടന്നിട്ടുമില്ല. അതുകൊണ്ട് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ യോഗ്യനല്ല.
ഇന്ന് അപ്രകാരം സമ്മതിക്കുന്നവരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഞാൻ എന്റെ മുഖം എന്റെ ദൈവമായ നിങ്ങളിലേക്ക് ഉയർത്തുവാൻ ലജ്ജിച്ച് നാണിച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളുടെ തലയ്ക്ക് മീതെ പെരുകി കവിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ കുറ്റം ആകാശത്തോളം വളർന്നിരിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെയും ഞങ്ങൾ വലിയ കുറ്റക്കാരായിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു വാക്ക് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്ന് വരെയും ഞങ്ങൾ വലിയ കുറ്റക്കാരായിരിക്കുന്നു. അതിനർത്ഥം ദൈവത്തെ കണ്ടതായിട്ടുള്ള നാളുകൾ തുടങ്ങി, ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞതായിട്ടുള്ള നാളുകൾ തുടങ്ങി, അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതായിട്ടുള്ള ഞങ്ങൾ ഇന്നും അത് വിശ്വസിക്കാതെ അനുസരിക്കാതെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നവരാണ്. എന്നാൽ അതിന്റെ താഴ്ത്ത വാക്യം, ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പുരോഹിതന്മാരും ഇന്നുള്ളതുപോലെ വിദേശ രാജാക്കന്മാരുടെ കയ്യിൽ വാളിനും പ്രവാസത്തിനും കവർച്ചയ്ക്കും അപമാനത്തിനും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. കാരണം നിന്റെ സന്നിധിയിൽ നിൽപ്പാൻ യോഗ്യരല്ല. കുറവുകൾ വന്നു, പോരായ്മകൾ വന്നു, ഞങ്ങൾ ഇന്ന് തകർന്നിരിക്കുന്നു. അതിന് കാരണം ഞങ്ങൾ തന്നെയാകുന്നു. എന്നാൽ 9 വരെയുള്ള വാക്യം വായിക്കാം. ഇപ്പോഴോ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കേണ്ടതിനും ഞങ്ങളുടെ ദാസ്യസ്ഥിതിയിൽ ഞങ്ങൾക്ക് കുറഞ്ഞൊരു ജീവശക്തി നൽകേണ്ടതിനും ഞങ്ങളിൽ ഒരു ശേഷിപ്പിനെ രക്ഷിച്ച് തന്റെ വിശുദ്ധ സ്ഥലത്ത് ഒരു പാർപ്പിടം തരുവാൻ തക്കവണ്ണം ഞങ്ങൾക്കൊരു ക്ഷണനേരത്തേക്ക് കൃപ കാണിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കൃപ കാണിച്ചിരിക്കുന്നു. ഇന്ന് ദൈവം നമുക്കൊരവസരം നൽകിയത് നാം മാനസാന്തരപ്പെടേണ്ടതിനാണ്. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ക്ഷണനേരത്തേക്ക്. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെ ആകുന്നു, വയലിലെ പൂ പോലെ അത് പൂക്കുന്നു, കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. ക്ഷണനേരത്തേക്കൊരവസരം ഞങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള അവസരം, ക്ഷണനേരത്തേക്ക്, താൽക്കാലികമായി കുറച്ച് സമയം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. എത്ര വലിയ വാക്കുകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ വാക്യം ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. ഞങ്ങളിൽ ഒരു ശേഷിപ്പിനെ അതിന് തുടക്കം മുതൽ വായിക്കാം. ഇപ്പോഴോ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കേണ്ടതിനും ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, അവർ കണ്ടിട്ടും കാണാത്തവരെ പോലെ നടക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ ഒരു വള്ളിയോ പുള്ളിയോ ഒരു നാളും മാറ്റമില്ല. നമുക്കാണ് മാറ്റമുള്ളത്, ദൈവത്തിനൊരു മാറ്റവുമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ദൈവം പറഞ്ഞതും കാണിച്ചതും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത്, ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കേണ്ടതിന് ദാസ്യസ്ഥിതിയിൽ ഞങ്ങൾക്ക് കുറഞ്ഞൊരു ജീവശക്തി നൽകേണ്ടതിന് ഞങ്ങളിൽ ഒരു ശേഷിപ്പിനെ രക്ഷിച്ച് തന്റെ വിശുദ്ധ സ്ഥലത്ത് ഞങ്ങൾക്കൊരു പാർപ്പിടം തരുവാൻ തക്കവണ്ണം നമ്മൾ ഇന്ന് ആയിരിക്കുന്നത് ഒരു ശേഷിപ്പാണ്. ഹല്ലേലൂയ. കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടല്ല, എന്നാൽ ശേഷിപ്പിച്ചത് സർവശക്തനായ ദൈവമാണ്. അനേകർ ഉന്നതന്മാർ, ശ്രേഷ്ഠന്മാർ, കൊള്ളാകുന്നവരും എന്ന് പറഞ്ഞ് ഈ ആലയം ശരിയല്ല എന്ന് പറഞ്ഞ് പോയപ്പോൾ ഒരു ശേഷിപ്പിനെ ദൈവം ആക്കി വെച്ചിരിക്കുന്നു. അത് എന്തിനു വേണ്ടിയാകുന്നു എന്ന് ചോദിച്ചാൽ, എസ്രയെ പോലെ ദൈവസന്നിധിയിൽ കരയേണ്ടതിന് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് എസ്ര കരഞ്ഞത്? യോഗ്യതയില്ല, നന്മയില്ല, ശ്രേഷ്ഠതയില്ല, കൊള്ളരുതാത്തവരാ ഞങ്ങൾ, കുറവുകളുള്ളവരാകുന്നു ഞങ്ങൾ, പിതാക്കന്മാരുടെ കാലം മുതൽ പറഞ്ഞിട്ടും വിശ്വസിക്കാത്തവരാകുന്നു ഞങ്ങൾ. എന്നാൽ ഒരു ശേഷിപ്പ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഞങ്ങളെ തകർത്ത് കളഞ്ഞില്ല, മരുഭൂമിയിൽ ഞങ്ങളെ വീഴിച്ചു കളഞ്ഞില്ല, ഞങ്ങളെ നശിപ്പിച്ചു കളഞ്ഞില്ല, ഞങ്ങളെ പുറത്താക്കി കളഞ്ഞില്ല. ഞങ്ങൾക്കൊരു അവസരം, ക്ഷണനേരത്തേക്കൊരവസരം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു.
നമുക്ക് എത്ര അവസരമുണ്ട് എന്ന് പറയുവാൻ സാധ്യമല്ല. എന്നാൽ ദൈവം നമുക്ക് നൽകിയതായിട്ടുള്ള അവസരം നാം അത് പ്രയോജനപ്പെടുത്തുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രാർത്ഥിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിൻ്റെ ആലയത്തിൽ ജനത്തെ ആലയത്തിലേക്ക് കൊണ്ടുവരുവാനും കർത്താവിൻ്റെ സത്യ സുവിശേഷം അനേക ഇടങ്ങളിൽ പറയുവാനും ദൈവം നമുക്കൊരവസരം നൽകിയിരിക്കുന്നു. ആ അവസരം നാം നഷ്ടപ്പെടുത്തി കളയരുത്. ഇവിടെ എഴുതിയിരിക്കുന്നത് അല്പസമയത്തേക്ക്, ക്ഷണനേരത്തേക്ക് ഞങ്ങളുടെ ദൈവമായ യഹോവ കൃപ കാണിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അതിന് മുകളിൽ എഴുതിയിരിക്കുന്നു, ഞങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പാർപ്പിടം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ പറയുന്നത്, കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. ഞങ്ങളുടെ രാജാവും ദൈവമായ യഹോവേ, നിന്റെ യാഗപീഠങ്ങളിൽ തന്നെ കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. ഇവിടെ ദൈവവചനം പഠിപ്പിക്കുന്നു, കുരുകിൽ എന്ന് വെച്ചാൽ ഒരു വിലയുമില്ലാത്തതായിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞ ഒരു പക്ഷിയാണ്, ഏറ്റവും ചെറിയൊരു പക്ഷിയാണ്. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുന്നു, കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. ഞങ്ങളുടെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ഹല്ലേലൂയ. ഒരു നന്മയും ഇല്ലാത്തതായിട്ടുള്ള നമുക്ക് പാർക്കുവാൻ ഒരു പാർപ്പിടം ദൈവത്തിൻ്റെ ആലയം നമുക്ക് നൽകിയിരിക്കുന്നു. നമുക്ക് ആരാധിക്കുവാനും നമുക്ക് പ്രാർത്ഥിപ്പാനും ദൈവസന്നിധിയിൽ കരയുവാനും ദൈവത്തോടു കൂടെ നടക്കുവാനും ദൈവം നമുക്ക് ആലയം നൽകിയിരിക്കുന്നു. അത് ദൈവം നമ്മോട് കാണിച്ചതായിട്ടുള്ള മഹാകൃപയാണ്, മഹാസ്നേഹമാണ്. നമ്മുടെ കുറവുകളൊന്നും കണക്കിടാതെ നമ്മോട് കാണിച്ചതായിട്ടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ഒരു ശേഷിപ്പായി ദൈവം തീർത്തിരിക്കുന്നത് അവൻ്റെ ആലയത്തിൽ പാർക്കേണ്ടതിനാണ്. അതുകൊണ്ട് ആ വാക്യം ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കേണ്ടതിനും ഞങ്ങളുടെ ദാസ്യസ്ഥിതിയിൽ ഞങ്ങൾക്ക് കുറഞ്ഞൊരു ജീവശക്തി നൽകേണ്ടതിനും ഒരു ശേഷിപ്പിനെ രക്ഷിച്ച് തന്റെ വിശുദ്ധ സ്ഥലത്ത് ഞങ്ങൾക്കൊരു പാർപ്പിടം നൽകുവാൻ ഞങ്ങൾക്ക് ഒരു ക്ഷണനേരത്തേക്ക് ഞങ്ങളുടെ ദൈവമായ യഹോവ കൃപ കാണിച്ചിരിക്കുന്നു. ക്ഷണനേരത്തേക്ക്. അപ്പോൾ നമ്മെ വിളിച്ചത് ദൈവത്തിൻ്റെ ആലയത്തിൽ പാർക്കേണ്ടതിനാണ്. യോശുവയെ കുറിച്ച് പഠിപ്പിക്കുന്നു, യോശുവ കൂടാരം വിട്ടുപിരിയാതെ വണ്ണം മോശയോട് കൂടെ നടന്നു എന്നുള്ളത്. ദൈവത്തിൻ്റെ ആലയം വിട്ടുപിരിഞ്ഞില്ല, അവൻ മോശയെ വിട്ടുപിരിഞ്ഞില്ല. ദൈവത്തിൻ്റെ ആലയം വിട്ടുപിരിഞ്ഞില്ല, അവൻ ദൈവത്തോടു കൂടെ ഇരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞങ്ങൾ വായിച്ചത് യോശുവയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: എൻ്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീ എഴുന്നേറ്റ് ഈ ജനത്തെ മറുകര കടത്തുക. ഹല്ലേലൂയ. ഒരു ശേഷിപ്പ് നൽകി. എന്തുകൊണ്ടാണ് യോശുവയെ ദൈവം തിരഞ്ഞെടുത്തത്? അവൻ മോശയെ വിട്ടുപിരിയാത്തവനായിരുന്നു, ദൈവത്തിൻ്റെ ആലയം വിട്ടുപിരിയാത്തവനായിരുന്നു. അതുകൊണ്ട് ദൈവം മോശയോട് പറഞ്ഞു, നീ യോശുവയെ നീയുമായി എൻ്റെ സന്നിധിയിൽ നിൽക്കുക എന്നുള്ളത്. അതാണ് ഞങ്ങൾ ഇന്ന് രാവിലെ വായിച്ചതായിട്ടുള്ള ഭാഗം. യോശുവയും മോശയും എൻ്റെ അടുക്കൽ വരിക, എനിക്ക് നിങ്ങളോട് ചിലത് സംസാരിപ്പാനായിട്ടുണ്ട്. എന്താണ് സംസാരിച്ചത്? നീ എൻ്റെ ജനത്തെ നടത്തുവാൻ എൻ്റെ പിന്നാലെ നീ വരിക, എൻ്റെ വാക്ക് നീ കേൾക്കുക. അപ്പോൾ ഒരു ശേഷിപ്പ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, യോശുവയെ ദൈവം തിരഞ്ഞെടുത്തത് യോശുവ മോശയോടുകൂടെ നടന്നതുകൊണ്ടും മോശ പറഞ്ഞതൊക്കെയും അവൻ ചെയ്തതുകൊണ്ടും യോശുവ യഹോവയുടെ കൂടാരം വിട്ടുപിരിയാതെ വണ്ണം യഹോവയുടെ കൂടാരത്തിലായിരുന്നതും കൊണ്ടാണ് ദൈവം അവനെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ പാർക്കുവാൻ ഒരവസരം ദൈവം നമുക്ക് നൽകിയെങ്കിൽ അതിനർത്ഥം അന്ത്യം വരെയും ദൈവത്തിൻ്റെ ആലയത്തിലായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ ആലയത്തിൽ പാർക്കുവാനും ഞങ്ങൾക്കൊരു പാർപ്പിടം നൽകിയിരിക്കുന്നു. അതിനർത്ഥം ഈ ലോക ജീവിതം അവസാനിക്കുന്നത് വരെയും പാർക്കുക എന്ന് വെച്ചാൽ, നമുക്കൊരു വീടുണ്ടെങ്കിൽ
മരണം വരെയും ആ വീട്ടിലായിരിക്കും നമ്മളെല്ലാവരും. ആ വീട്ടിൽ കിടന്ന് മരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. വിദേശത്ത് പോയവരും പല ജോലികൾക്ക് പോയവരും അവരോടെല്ലാം ചോദിച്ചാൽ പറയും, മരിക്കുമ്പോഴേക്കും ഞങ്ങളുടെ യഥാർത്ഥ വീട്ടിലേക്ക് വന്ന്, ഞങ്ങളുടെ നാട്ടിലേക്ക് വന്ന് അവിടെ കിടന്ന് മരിക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനർത്ഥം എവിടെ പോയാലും ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് മടങ്ങി വരണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവം സംസാരിച്ചത്, നിങ്ങൾ ലോകത്തിൽ എവിടെ പോയാലും നിങ്ങൾ എൻ്റെ സന്നിധിയിൽ ആരാധന എന്നുള്ളത് എൻ്റെ ആലയത്തിലായിരിക്കണം എന്നുള്ളത്. അപ്പോൾ യേശു പറഞ്ഞത് അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാൻ ഏക മുഖാന്തരമെന്ന് ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. യേശു പറഞ്ഞത് നാം അനുസരിക്കുന്നവരായിരിക്കണം, അവൻ പറഞ്ഞത് കേൾക്കുന്നവരായിരിക്കണം, അതിനൊത്തവണ്ണം നമ്മൾ ജീവിക്കുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ ആലയത്തിൽ പാർക്കുവാൻ അവസരം നൽകിയെങ്കിൽ അവസാന ശ്വാസം പോകുന്നത് വരെയും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കണം. അതിനർത്ഥം ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം, മരണം വരെയും ദൈവത്തെ വിട്ടുപിരിയാത്തവരായിരിക്കണം. അതിന്റെ താഴത്തെ വാക്യം കൂടി നമുക്ക് വായിക്കാം. ദാസന്മാരാകുന്നു സത്യം, ഞങ്ങൾ ദാസന്മാരാകുന്നു സത്യം, എങ്കിലും ഞങ്ങളുടെ ദാസ്യസ്ഥിതിയിൽ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഉപേക്ഷിക്കാതെ ഞങ്ങളുടെ ദൈവത്തിന്റെ ഞങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ചു, എങ്കിലും ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചില്ല. ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ ഉപേക്ഷിക്കാതെ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം പണികയും അതിന്റെ ഹല്ലേലൂയ ദൈവത്തിന്റെ ആലയം പണികയും ഞങ്ങളെ ഉപേക്ഷിക്കാതെ ദൈവത്തിന്റെ ആലയം പണിയുവാൻ അവസരം നൽകി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയമാണ് ഈ പ്രാർത്ഥനാലയം. ഈ ആലയത്തിൽ പണിയുക എന്നുള്ളത് ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള ഏറ്റവും വലിയ പദവിയാണ്. ഈ ആലയത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വർഷം ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, അതിലേക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവമേ, അത് പണിയുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ എന്ന്. ദൈവത്തിൻ്റെ ആലയത്തിൽ പെണ്ണുങ്ങൾക്കുള്ള കക്കൂസും കുളിമുറിയും പണിതുകൊണ്ടിരിക്കുന്നു. അതുപോലെ സ്ത്രീകൾക്കുള്ള അടുക്കള പണിയുവാനായിട്ട് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം ദൈവം നൽകുന്നതായിട്ടുള്ള ദാനമാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം ഞങ്ങളെ ഉപേക്ഷിക്കാതെ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം പണിയുകയും അതിന്റെ ശൂന്യങ്ങളെ നന്നാക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് ജീവശക്തി നൽകുവാനും യഹൂദയിലും യെരൂശലേമിലും ഞങ്ങൾക്കൊരു സങ്കേതം തരുവാനും പാർസി രാജാക്കന്മാരുടെ ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് ദയ ലഭിക്കുമാറാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ തകർത്ത് കളയാതെ, രാജാക്കന്മാരുടെ കയ്യിൽ ഞങ്ങളെ ഏൽപ്പിക്കാതെ ദൈവത്തിൻ്റെ ആലയം പണിയുവാൻ ഞങ്ങൾക്ക് ഒരവസരം നൽകിയിരിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഞങ്ങളെ ഉപേക്ഷിക്കാതെ. ഇന്ന് നമുക്ക് പറയുവാനായിട്ടുള്ളത്, ഞങ്ങൾ പലവട്ടം നിന്നെ തള്ളിപ്പറഞ്ഞവരാണ്, എന്നാൽ ഞങ്ങൾ ഉപേക്ഷിക്കാതെ നിന്റെ ആലയത്തിൽ പാർക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകി, നിന്നെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് അവസരം നൽകി, നിന്റെ ആലയം പണിയുവാൻ ഞങ്ങൾക്ക് അവസരം നൽകി, ആലയത്തിൻ്റെ കുറവുകളെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങൾക്കൊരു അവസരം നൽകി, നശിച്ചു പോകാതെ, പിന്മാറി പോകാതെ, തകർന്നു പോകാതെ, രാജാക്കന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ ഞങ്ങൾക്ക് അവസരം നൽകി. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. എന്നാൽ അതിൻ്റെ അവസാനത്തെ വാക്യം കൂടി നമുക്ക് വായിക്കാം. അതിന്റെ ശൂന്യങ്ങളെ നന്നാക്കുകയും ചെയ്യും. ഏറ്റവും അവസാനത്തെ വാക്യം, ഞങ്ങൾക്കൊരു സങ്കേതം തരുവാനും പാർസി രാജാക്കന്മാരുടെ 15-ാമത്തെ വാക്യം. 15-ാമത്തെ വാക്യം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ നീതിമാൻ. ഞങ്ങളോ ഇന്നുള്ളതുപോലെ തെറ്റിയൊഴിഞ്ഞ ഒരു ശേഷിപ്പത്രേ. ഞങ്ങളുടെ പാതകത്തോടുകൂടെ ഇതാ ഞങ്ങൾ നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. തെറ്റുകളോടുകൂടി ഇരിക്കുന്നു. അത് നിമിത്തം നിന്റെ മുമ്പാകെ നിൽപ്പാൻ ആർക്കും കഴിയും. നിന്റെ മുമ്പാകെ നിൽക്കുവാൻ ആർക്കും സാധ്യമല്ല. ഇന്ന് നാം ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്.
നമ്മുടെ കഴിവ് കൊണ്ടല്ല, യോഗ്യത കൊണ്ടല്ല, ആലയത്തിൽ പാർക്കുന്നത് യോഗ്യത കൊണ്ടല്ല, ആലയത്തിൽ വേല ചെയ്യുന്നത് യോഗ്യത കൊണ്ടല്ല, ആലയത്തിലെ കുറവുകൾ പരിഹരിക്കുന്നത് യോഗ്യത കൊണ്ടല്ല. നീ ഞങ്ങളെ നിർത്തിയത് കൊണ്ട്, നീ ഞങ്ങളെ ശേഷിപ്പിച്ചത് കൊണ്ട്, നീ ഞങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ട്, അതുകൊണ്ട് സർവമഹത്വവും എസ്രാ പ്രവാചകൻ ദൈവത്തിന് കൊടുക്കുകയാണ്. എന്നാൽ 10-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യോട് നമുക്ക് വായിക്കാം. എസ്രാ ഇങ്ങനെ ദൈവാലയത്തിന് മുമ്പിൽ വീണ് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും, എസ്രാ ഇങ്ങനെ ദൈവാലയത്തിന്റെ മുമ്പിൽ വീണ് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും പൈതങ്ങളുമായി ഇസ്രായേലിന്റെ ഏറ്റവും വലിയൊരു സഭ അവന്റെ അടുക്കൽ വന്നുകൂടി ജനവും വളരെ കരഞ്ഞു. ഹല്ലേലൂയ. അവൻ ഇങ്ങനെ വീണ് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ, 2-ാമത്തെ കാര്യം, അവൻ ദൈവത്തോട് ഏറ്റുപറഞ്ഞപ്പോൾ വലിയ സഭ അവന്റെ അടുക്കൽ വന്നു. അവരും കരയുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷകന്മാരായി നിർത്തിയതായിട്ടുള്ള നമ്മൾ ഇന്ന് ദൈവത്തിന്റെ ആലയത്തിൽ വന്നിരിക്കുന്നത് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാകുന്നു. എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത്? ദൈവത്തിന്റെ ആലയത്തിൽ പ്രാർത്ഥിക്കണം. 2-ാമത് ദൈവത്തിന്റെ ആലയത്തിൽ വീണ് കിടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. 3-ാമത്തെ കാര്യം, ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇവിടെ എസ്രാ ഇത്രയും നേരം വായിച്ചതായിട്ടുള്ള ഭാഗം, അവൻ ദൈവസന്നിധിയിൽ എല്ലാവരുടെയും കുറവുകൾ അവൻ ഏറ്റുപറഞ്ഞു. അവനും ദൈവസന്നിധിയിൽ കുറവുകൾ ഏറ്റുപറഞ്ഞു. ഇന്ന് നമുക്ക് കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥനയായിരിക്കണം. ഇന്ന് ദൈവസന്നിധിയിൽ വീണ് കിടന്നുള്ള ഒരു പ്രാർത്ഥനയായിരിക്കണം. ദൈവം നമ്മെ ശേഷിപ്പിച്ചത് കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനാണ്. തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദൈവം മറുപടി നൽകും. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല, സകലതും സാധ്യമാക്കുന്നവനാണ് അവൻ. ഇന്ന് കരയുവാനുള്ള മനസ്സുണ്ടോ? ഏറ്റുപറയുവാനുള്ള മനസ്സുണ്ടോ? എസ്രയെ പോലെ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുവാനുള്ള മനസ്സുണ്ടോ? തീർച്ചയായും ജനം ഈ ആലയത്തിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. എസ്ര പ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും പൈതലുമായി ഇസ്രായേലിന്റെ ഏറ്റവും വലിയൊരു സഭ അവന്റെ അടുക്കൽ വന്നുകൂടി. എന്തുകൊണ്ടാണ് ഈ എസ്രയുടെ അടുക്കൽ കടന്നു വന്നത്? അവൻ യോഗ്യനല്ല എന്ന് ദൈവസന്നിധിയിൽ സമ്മതിച്ചത് കൊണ്ടാണ്. 2-ാമത്തെ കാര്യം, അവൻ എല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞത് കൊണ്ടാണ്. 3-ാമത്, ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ് ഒരു ശേഷിപ്പായി ഞങ്ങളെ നിർത്തിയത് എന്ന് അവൻ്റെ ഉള്ളിൽ നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു. വളരെ പുരുഷാരം അവൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. ഞാൻ യോഗ്യനെന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ സാധ്യമല്ല. ഞാൻ കൊള്ളാകുന്നവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ സാധ്യമല്ല. ദൈവം പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്താൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ ചിലരെ ഇടയന്മാരായും ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം നിയമിച്ചതുപോലെയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും പ്രവാചകൻ അപ്പോസ്തലനാവാൻ കഴിയുകയില്ല. അപ്പോസ്തലൻ ഒരിക്കലും ഇടയനാകുവാനും കഴിയുകയില്ല. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ പ്രവാചകന്മാരായും അവനാണ് നിയമിച്ചത്. അപ്പോൾ ദൈവം നമ്മെ എവിടെയാണോ ആക്കി വെച്ചത്, ദൈവം നമ്മെ എന്തിനാണോ ആക്കി വെച്ചത്, ദൈവം നമ്മെ ഏതിനാണോ തിരഞ്ഞെടുത്തത്, അതിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇഷ്ടപ്രകാരം ചാടി അപ്പോസ്തലനായിട്ടും ചാടി ഇടയനായിട്ടും ചാടി പ്രവാചകനായിട്ടും തീരുവാനല്ല. ദൈവം എന്തിനാണോ വിളിച്ചത്, എന്തിനാണോ തിരഞ്ഞെടുത്തത്, എന്തിനാണോ നിർത്തിയത്, എന്തിനാണോ ശേഷിപ്പിച്ചത്, അതിൽ വിശ്വസ്തനായിരിക്കുക എന്നുള്ളതാണ്. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ എസ്ര കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ വലിയ പുരുഷാരം അവൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ കാരണമായി തീർന്നു.
ജനവും വളരെ കരഞ്ഞു. അവരുടെയും കുറവുകൾ അവർക്ക് മനസ്സിലായി. ദൈവസന്നിധിയിൽ അവർ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം ഒന്ന് തൊട്ടുവിടുവാൻ ആഗ്രഹിക്കുകയാണ്. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു കളഞ്ഞു. യഹോവയുടെ തേജസ് ആലയത്തിൽ ഇറങ്ങി. ഇവിടെ എഴുതിയിരിക്കുന്നത് ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ. ശലോമോൻ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നു. അതിൽ വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ദൈവം അവനോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അവൻ പറഞ്ഞു, നിന്റെ ജനത്തെ ഭരിപ്പാനുള്ള ഒരു വിവേകമുള്ള ഒരു ഹൃദയം മാത്രം എനിക്ക് മതി. അപ്പോൾ തുടക്കം മുതൽ നാം കാണണം, ദൈവം പറഞ്ഞത് അവൻ സമ്പത്ത് വേണമെന്ന് പറഞ്ഞില്ല, സ്ഥാനമാനങ്ങൾ വേണമെന്ന് പറഞ്ഞില്ല. നിന്റെ ജനത്തെ ഭരിപ്പാനുള്ള വിവേകമുള്ള ഒരു ഹൃദയം മാത്രം മതി എന്ന് പറഞ്ഞു. അത് ദൈവത്തിന് പ്രസാദമായി. അവൻ ചോദിക്കാത്തതുകൂടെ ദൈവം അവന് നൽകി. അതിൻ്റെ താഴ്ത്ത ഭാഗങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം ദാവീദിനോട് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവം ദാവീദിനോട് എന്താണോ കൽപ്പിച്ചത്, ദാവീദ് എന്താണോ ആഗ്രഹിച്ചത്, അത് ചെയ്യുന്നവനായിരുന്നു ശലോമോൻ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. 6-ാം അധ്യായം അതിൻ്റെ 28 മുതൽ ഒന്ന് വായിക്കാം. ബാക്കി ഭാഗങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. 6-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെൺകതിർ വിഷമഞ്ഞ് വെട്ടുക്കിളി തുള്ളൻ എന്നിവയോ ഉണ്ടായാൽ, അവർ ശത്രുക്കൾ അവരുടെ പട്ടണങ്ങളുള്ള ദേശത്തിൽ അവരെ നിരോധിച്ചാൽ, വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായാൽ, യാതൊരുത്തരെങ്കിലും നിന്റെ ജനമായ ഇസ്രയേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും യാചനയും കഴിക്കുകയും ഓരോരുത്തൻ താന്താൻ്റെ വ്യാധിയും ദുഃഖവും അറിഞ്ഞ് ഈ ആലയത്തിങ്കിലേക്ക് തിരിഞ്ഞ് കൈമലർത്തുകയും ചെയ്താൽ, ഈ ആലയത്തിങ്കിലേക്ക് തിരിഞ്ഞ് കൈമലർത്തുകയും ചെയ്താൽ, നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് ക്ഷമിക്കുകയും ഞങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് അവർ ജീവിച്ചിരിക്കും കാലത്തൊക്കെയും വഴികളിൽ നടപ്പാൻ തക്കവണ്ണം നിന്നെ ഭയപ്പെടേണ്ടതിന് നീ ഓരോരുത്തന്റെ ഹൃദയം അറിയുന്ന പോലെ ഓരോരുത്തന് അവനവന്റെ നടപ്പ് പോലെ ഒക്കെയും നൽകുകയും ചെയ്യണമേ. മാത്രമല്ലോ മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങളെ അറിയുന്നത്. നീ മാത്രമല്ലോ മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങളെ അറിയുന്നത്. അതിന്റെ താഴത്തെ വാക്യം വിശദീകരിക്കുന്നില്ല. നിന്റെ ജനമായ ഇസ്രായേലിലുള്ളവരല്ലാത്ത അന്യജാതിക്കാരൻ നിന്റെ മഹത്വമുള്ള നാമവും ബലമുള്ള കൈ നീട്ടിയിരിക്കുന്ന ഭുജവും ഹേതുവായി ദൂരദേശത്ത് നിന്ന് വന്നാൽ അവർ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കും നിശ്ചയം. ഹല്ലേലൂയ. എത്ര ദൂരത്തു നിന്നുള്ളവരാണെങ്കിലും അവർ ഈ ആലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കും, അത് നിശ്ചയം. ശലോമോന്റെ ആലയത്തിന് സദൃശ്യമായി ദൈവം ഒരുക്കിയതായ ദൈവത്തിൻ്റെ ആലയമാണ് ഈ പ്രാർത്ഥനാലയം. വളരെ ദൂരത്തുള്ളവർ, അനേക സഭകളിൽ പോകുന്നവർ, അവർ ഈ ആലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഇത് സർവശക്തനായ ദൈവത്തിൻ്റെ ആലയമാണ്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്ന് ഒരു പെൺകുട്ടി ഈ ആലയത്തിലേക്ക് കടന്നു വന്നു. അവളുടെ അപ്പൻ പാസ്റ്ററാണ്, അവളുടെ അമ്മ പാട്ടൊക്കെ പാടുന്ന ദൈവവേല ചെയ്യുന്ന നല്ലൊരു ശുശ്രൂഷക്കാരത്തിയുമാണ്. എന്നാൽ അവൾക്ക് ഒഴിവ് കിട്ടുന്ന സമയമൊക്കെയും അവൾ ഈ ആലയത്തെക്കുറിച്ച് അവളുടെ കൂട്ടുകാരി പറഞ്ഞത് കേട്ട് ഈ ആലയത്തിലേക്ക് കടന്നു വന്നു. അവൾ ഒഴിവ് കിട്ടുന്ന സമയമൊക്കെയും ആലയത്തിലേക്ക് കടന്നു വന്ന് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവൾക്ക് അവിടെ സമയമില്ലാഞ്ഞിട്ടല്ല, അവളുടെ അപ്പം പാസ്റ്റർ അല്ലാഞ്ഞിട്ടല്ല, ദൈവത്തിൻ്റെ ആലയമാകുന്നു എന്ന് അവൾക്ക് ബോധ്യം വന്നതുകൊണ്ടാണ്. അതേപോലെ എത്ര ദൂരത്തു നിന്നായാലും ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് ജനം ആരാധിക്കും. കാരണം ഇത് ശലോമോന്റെ ആലയത്തിന് സദൃശ്യമായ സർവശക്തനായ ദൈവത്തിൻ്റെ ആലയമാണ്. ഓരോരുത്തരുടെ ഹൃദയങ്ങൾ അറിയുന്ന ദൈവമേ, നീ പ്രവർത്തിക്കണമേ എന്നുള്ളതാണ് ഇവിടെ ശലോമോൻ പ്രാർത്ഥിച്ചത്. അതിൻ്റെ താഴത്തെ വാക്യം വായിക്കാം.
നീ നിന്റെ വാസസ്ഥലത്ത് സ്വർഗത്തിൽ നിന്ന് കേട്ട് ഭൂമിയിലെ സകല ജാതികളും നിന്റെ ജനമായ ഇസ്രായേൽ എന്ന പോലെ നിന്റെ നാമത്തെ അറിഞ്ഞ് നിന്നെ ഭയപ്പെടുകയും സകല ജാതികളും നിന്റെ നാമത്തെ അറിഞ്ഞ് ഭയപ്പെടുകയും ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിന് നിന്റെ നാമം ഈ വിളിക്കപ്പെട്ടിരിക്കുന്ന ആലയത്തിൽ നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന അറിയുകയും ചെയ്യേണ്ടതിന് അറിയുകയും ചെയ്യേണ്ടതിന് അന്യജാതിക്കാരൻ നിന്നോട് പ്രാർത്ഥിക്കുന്ന ഒക്കെയും ചെയ്തു കൊടുക്കണമേ. അന്യജാതിക്കാരൻ പ്രാർത്ഥിക്കുന്നതൊക്കെയും നീ ചെയ്തു കൊടുക്കണമേ. അവിടെ ശലോമോൻ പ്രാർത്ഥിക്കുന്നത് സകല ജനവും പ്രാർത്ഥിക്കുന്നതൊക്കെയും നീ ചെയ്തു കൊടുക്കണമേ എന്നുള്ളതാണ്. ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്ക് വരാം. അതിന്റെ താഴത്തെ വാക്യം കൂടി വായിക്കാം. നീ നിന്റെ ജനത്തെ അയക്കുന്ന വഴിയിൽ അവർ തങ്ങളുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുമ്പോൾ നീ തിരഞ്ഞെടുത്ത ഈ നഗരത്തിലേക്കും ഞാൻ നിന്റെ നാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്കും തിരിഞ്ഞ് നിന്നോട് പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കണമേ. അവർ നിന്നോട് പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യൻ. അതിന്റെ 38-ാമത്തെ വാക്യം വായിക്കും. 38. അവരെ കൊണ്ടുപോയ പ്രവാസ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും നിങ്കലേക്ക് തിരിഞ്ഞ് പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്കും നീ തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും ഞാൻ നിന്റെ നാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനയും യാചനകളും കേട്ട് ന്യായം പാലിച്ചു കൊടുത്ത് അവർക്ക് ന്യായം പാലിച്ചു കൊടുത്ത് പാപം ചെയ്ത നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സഹോദരി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. എന്താണ്, ഈ ആലയത്തിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞില്ല, പക്ഷേ വീട്ടിലിരുന്ന് ഈ ആലയത്തിൽ കൃപാസനത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. ദൈവമേ, നീ എനിക്ക് സൗഖ്യം തന്നാൽ ഞാൻ നിന്റെ സന്നിധിയിൽ സാക്ഷിയായി നിൽക്കാം. ദൈവം പ്രാർത്ഥന കേട്ടു. വൈദ്യശാസ്ത്രം അസാധ്യം എന്ന് പറഞ്ഞത് ദൈവം അവൾക്ക് സാധ്യമാക്കി നൽകി. എന്തുകൊണ്ടാണ് അത് കേട്ടത്? സർവശക്തനായ ദൈവത്തിന്റെ ആലയമായതുകൊണ്ടാണ്. എന്നാൽ അതിന്റെ താഴത്തെ വാക്യം വായിക്കാം. ഇപ്പോഴും എന്റെ ദൈവമേ, ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിന്റെ കണ്ണ് തുറന്നും നിന്റെ ചെവി ശ്രദ്ധിച്ചും ഇരിക്കണമേ. ശലോമോൻ പ്രാർത്ഥിക്കുന്നത് ഇപ്പോഴും നിന്റെ കണ്ണ് തുറക്കണമേ, നിന്റെ ചെവി തുറന്നിരിക്കണമേ, പ്രാർത്ഥിക്കുന്നതൊക്കെയും നീ കേൾക്കണമേ. ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് അതാണ്. ദൈവമേ, നീ ചെവി തുറന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തടസ്സമായിട്ടുള്ള പാപങ്ങളും അകൃത്യങ്ങളെല്ലാം ക്ഷമിക്കണമേ. ഞങ്ങൾ എസ്ര പറഞ്ഞതുപോലെ കുറ്റക്കാരാകുന്നു എന്ന് ദൈവസന്നിധി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് മനസ്സലിവ് കാണിക്കണമേ. എന്നാൽ അതിന്റെ അവസാന വാക്യത്തിലേക്ക് വരാം. ദൈവമേ, നീയും നിന്റെ ബലത്തിന്റെ പെട്ടകവും എഴുന്നേറ്റ് നിന്റെ വിശ്രാമത്തിലേക്ക് വരണമേ. ശലോമോൻ പ്രാർത്ഥിക്കുന്നത് നീ വിശ്രാമത്തിലേക്ക്, നിനക്ക് വേണ്ടി പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്ക് നീ കടന്നു വരണമേ. ദൈവമേ, നിന്റെ പുരോഹിതന്മാർ രക്ഷാവസ്ത്രം ധരിക്കുകയും നിന്റെ നന്മയിൽ സന്തോഷിക്കുകയും നിന്റെ ഭക്തന്മാർ നന്മയിൽ സന്തോഷിക്കുകയും ചെയ്യുമാറാകട്ടെ. യഹോവയായ ദൈവമേ, നിന്റെ അഭിഷക്തന്റെ മുഖം ത്യജിച്ചു കളയരുത്. ദാസനായ ദാവീദിനോടുള്ള കൃപകളെ ഓർക്കണം. ദാസനായ ദാവീദിനോടുള്ള കൃപകളെ നീ ഓർക്കണമേ. അവൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവം തീയിറക്കിയത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ആലയമാകുന്നു എന്നും ദൈവം പറഞ്ഞിടത്താണ് അവൻ പണിതതെന്നും ദൈവം പറഞ്ഞതുപോലെയാണ് അവൻ പ്രവർത്തിച്ചതെന്നും ഈ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. നിന്റെ അഭിഷക്തന്റെ മുഖത്തെ ത്യജിച്ചു കളയാതെ നിന്റെ ദാസനായ ദാവീദിനോട് ചെയ്തതായിട്ടുള്ള കൃപകളെ നീ ഓർക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ അതിന്റെ 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ശലോമോൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് തീ ഇറങ്ങുകയും സകലതും ദഹിപ്പിച്ചു കളഞ്ഞു. യഹോവയുടെ തേജസ് മന്ദിരത്തിൽ നിറഞ്ഞു. യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല. ആലയത്തിൽ യഹോവയുടെ തേജസ്സും ഇസ്രായേൽ മക്കളൊക്കെയും കണ്ടപ്പോൾ
അവർ കളത്തിൽ സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. തീ ഇറങ്ങിയത് കണ്ടപ്പോൾ, ദൈവം താഴ്ന്നിറങ്ങി വന്നത് കണ്ടപ്പോൾ അവരെല്ലാവരും ദൈവസന്നിധിയിൽ അവൻ്റെ മുമ്പാകെ വീണ് അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് അവർ പാടി ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് നമുക്കും സ്തുതിക്കുവാനുള്ള അത് മാത്രമേ ഉള്ളൂ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അതിനർത്ഥം ഇന്ന് ഞങ്ങൾ ഈ ആലയത്തിലായിരിക്കുന്നത് നിന്റെ ദയ കൊണ്ട് മാത്രമാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ന് ഞങ്ങൾ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ നല്ലവരായതുകൊണ്ടല്ല, നീ നല്ലവനായതുകൊണ്ടാണ്. നീ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് അവരെല്ലാവരും ഒന്നിച്ച് ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥിച്ചു, അവർ ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥനയിൽ തീ ഇറങ്ങണം. ഇന്ന് പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങണം. പുരോഹിതന്മാർക്ക് ദൈവാലയത്തിൽ കടക്കുവാൻ കഴിഞ്ഞില്ല. അതിനർത്ഥം പുരോഹിതന്മാരല്ല പ്രവർത്തിച്ചത്, സർവശക്തനായ ദൈവമാണ് പ്രവർത്തിച്ചത്. നമുക്കൊന്നും സാധ്യമല്ല, നമ്മൾ കുറവുകളുള്ളവരാണ്. എന്നാൽ സർവശക്തനായ ദൈവമാണ് പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ വാക്കുകളല്ല, നമ്മുടെ പ്രവൃത്തികളല്ല, സർവശക്തനായ ദൈവമാണ് പ്രവർത്തിക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥിപ്പാനല്ലാതെ യാതൊന്നും സാധ്യമല്ല. എന്നാൽ പ്രാർത്ഥന കേട്ട് മറുപടി നൽകുന്നവൻ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് അഗ്നി ഇറങ്ങണം. ഇന്ന് അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പാടേണം. ഇന്ന് ദൈവസന്നിധിയിൽ വീണ് കിടന്ന് കരയണം, ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇന്ന് ദൈവം വലിയവ പ്രവർത്തിക്കുമാറാകട്ടെ. ജനമെല്ലാം ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വരുവാനും, ജനമെല്ലാം ജീവനുള്ള ദൈവത്തെ അറിയുവാനും, ജനമെല്ലാം ദൈവത്തെ പുകഴ്ത്തുവാനും, അനേക ദേശങ്ങളിൽ നിന്ന്, അനേക ദൂരത്ത് നിന്നും അനേകർ ഈ ആലയത്തിലേക്ക് കടന്നു വരുവാനും, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പാടുവാനും ദൈവം അവസരം നൽകുക തന്നെ ചെയ്യും. അതിന് ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരായി നാം തീരേണം. നമ്മുടെ കുറിവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. 1 രാജാക്കന്മാർ 18-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യം കൂടി നമുക്ക് വായിക്കാം. 1 രാജാക്കന്മാർ 18-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യം. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു. തന്റെ ബാല്യക്കാരനോട്, ഹല്ലേലൂയ, ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിലേക്ക് കയറി. ഹല്ലേലൂയ. കർമ്മേൽ പർവ്വതം സർവശക്തനായ ദൈവം താഴ്ന്നിറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. ഹല്ലേലൂയ. ഈ പർവ്വതത്തിൽ പ്രാർത്ഥിച്ചാൽ മറുപടിയുണ്ട്. ഈ പർവ്വതത്തിൽ പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരമുണ്ട്. ഈ പർവ്വതത്തിൽ തന്നെത്താൻ താഴ്ത്തി നിലവിളിച്ചാൽ അതിന് മറുപടിയുണ്ട്. കാരണം ദൈവം പറഞ്ഞതിന് യാതൊരു മാറ്റവുമില്ല. ഇവിടെ ഏലിയാവ് ഉറപ്പിച്ച് പറയുവാനുള്ള കാരണം, മഴ പെയ്യിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ദൈവം ഏലിയാവിനോട് സംസാരിച്ചതിൻ്റെ അനന്തരഫലമായിട്ടാണ്. അതുകൊണ്ട് അവൻ ആ വിശ്വാസത്തോടുകൂടെ ഇറങ്ങി എന്നുള്ളതാണ്. അതിനു മുമ്പ് ബാലിൻ്റെ പ്രവാചകന്മാരെ എല്ലാം അവൻ തകർത്ത് കളഞ്ഞു. ദൈവമേ, സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. അബ്രഹാമിൻ്റെ ഇസാക്കിൻ്റെ ദൈവമേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, നീ തീ ഇറക്കി അത്ഭുതം കാണിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഉടനെ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി യാഗപീഠത്തൊക്കെയും ദഹിപ്പിച്ചു കളഞ്ഞു. വലിയൊരു സഭയുടെ മുമ്പാകെ, വലിയൊരു കൂട്ടത്തിൻ്റെ മുമ്പാകെ അവൻ വിശ്വാസത്തോടുകൂടി ഏകനായി നിന്നപ്പോൾ ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവൻ്റെ പ്രാർത്ഥന വിശ്വാസത്തോടുകൂടി ആയിരുന്നു. ദൈവം പറഞ്ഞത് സംഭവിക്കും എന്നുള്ള പൂർണ്ണ നിശ്ചയം അവനുണ്ടായിരുന്നു. അവൻ ഒറ്റയ്ക്കും
ബാക്കി എല്ലാവരും ഒരുപാട് പേരുമുണ്ടായിരുന്നു. എന്നാൽ അവൻ പതറിയില്ല, അവൻ സംശയിച്ചില്ല, എൻ്റെ ഗതി എന്താകുമെന്ന് ചിന്തിച്ചില്ല. ദൈവം പറഞ്ഞത് അവൻ അനുസരിച്ചു. അവൻ അവിടെ നിന്നു. അവിടെ നിന്നപ്പോൾ ദൈവം അവന് വേണ്ടി പ്രവർത്തിച്ചു. അപ്പോൾ ഏകനായി നീ നിന്നാൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് ദൈവം. നീ ദൈവസന്നിധിയിലാണ് നിൽക്കുന്നതെങ്കിൽ, നീ ദൈവത്തിൻ്റെ പർവ്വതത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, നീ ദൈവത്തിൻ്റെ ആലോചനയ്ക്കൊത്തവണ്ണമാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും ദൈവം നിന്നോട് കൂടെ ഉണ്ടാകും. ഇവിടെ ആഹാബിനോട് പറഞ്ഞു, വലിയൊരു മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ടോ അവൻ കർമ്മേൽ പർവ്വതത്തിൽ പോയി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തന്റെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. 7 പ്രാവശ്യം ചെല്ലുക പറഞ്ഞു. 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7 എന്നുള്ളത് പൂർണ്ണതയെ കാണിക്കുന്നതാണ്. 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. ആദ്യത്തെ പ്രാവശ്യം ചെന്നു, ഒന്നും കണ്ടില്ല. രണ്ടാമത് ചെന്നു, ഒന്നും കണ്ടില്ല. ഏലിയാവിന് അവിശ്വാസം വന്നില്ല. മൂന്നാമത് പോയി, ഒന്നും കണ്ടില്ല. അങ്ങനെ 6 പ്രാവശ്യം പോയി. 6 പ്രാവശ്യവും ബാല്യക്കാരൻ തിരിച്ചു വന്ന് പറഞ്ഞു, അവിടെ ഒന്നും കാണുവാനായിട്ടില്ല എന്ന്. എന്നാൽ 7ാമത് പോയപ്പോൾ 7ാം പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7ാമത് ചെല്ലുക എന്ന് പറഞ്ഞു. 7ാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു മേഘം പൊങ്ങുന്നു. അതിനവൻ, നീ ചെന്ന് ആഹാബിനോട്, മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്കാം. ആകാശമേഘവും കാറ്റും കൊണ്ട് കറുത്തു വൻമഴ പെയ്തു. ഹല്ലേലൂയ. 7ാമത്തെ പ്രാവശ്യം പോയി നോക്കിയപ്പോൾ ഒരു മനുഷ്യന്റെ കൈപ്പത്തി പോലെ ചെറിയൊരു മേഘം പൊങ്ങുന്നത് കണ്ടു. ഉടനെ ആകാശം കറുത്തു, വലിയ വൻമഴ ചൊരിഞ്ഞു. ഹല്ലേലൂയ. എന്താണ് അവിടെ മഴ പെയ്യുവാനുള്ള കാരണം? ഏലിയാവ് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. ഏലിയാവ് ദൈവത്തിൻ്റെ പർവ്വതത്തിൽ പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. ഏലിയാവ് സർവശക്തനായ ദൈവം പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് വലിയൊരു മഴ പെയ്യുവാനിടയായി തീർന്നു. അത് സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വമാണ്. അതുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുവാൻ വന്നിട്ടുള്ളവരാണ്. എസ്രയെ പോലെ ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കണം. രണ്ടാമത് ശലോമോനെ പോലെ ദൈവം പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. മൂന്നാമത് ഏലിയാവിനെ പോലെ വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. നമുക്ക് തീർച്ചയായും ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ പ്രവർത്തിച്ചില്ലല്ലോ, രണ്ടാമത് പ്രാർത്ഥിച്ചപ്പോഴും പ്രവർത്തിച്ചില്ലല്ലോ, ഈ 6 പ്രാവശ്യവും പ്രവർത്തിച്ചില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനാണ്. അവൻ്റെ വാഗ്ദാനങ്ങൾ ഒരു നാളും മാറുന്നതല്ല. ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമാണ്. ദൈവത്തിൻ്റെ വാക്കൊരു നാളും മാറുന്നതല്ല. 7ാമത്തെ പ്രാവശ്യം പോയപ്പോൾ ഒരു മനുഷ്യൻ്റെ കൈപ്പത്തി പോലെ ഒരു മേഘം പൊങ്ങുന്നത് അവൻ കണ്ടു. ഹല്ലേലൂയ. ഇന്ന് നമുക്കത് കാണണം. ഇന്ന് നാം വിശ്വാസത്തോടു കൂടി ചെല്ലണം. ഇന്ന് നാം വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. ദൈവമേ, നീ പ്രവർത്തിച്ചല്ലാതെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കുകയില്ല. ഹല്ലേലൂയ. ഓരോ പ്രാവശ്യവും ബാല്യക്കാരൻ പോയി വരുമ്പോൾ ഏലിയാവ് എഴുന്നേറ്റ് പോയില്ല. ഏലിയാവിന് മറുപടി ലഭിക്കുന്നത് വരെ അവൻ കർമ്മേൽ പർവ്വതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഈ ബാല്യക്കാരൻ്റെ വാക്ക് അവൻ്റെ ജീവിതത്തിൽ അവിശ്വാസം വന്നില്ല. ബാല്യക്കാരൻ്റെ ശബ്ദത്തിന് അവൻ്റെ പ്രാർത്ഥന മുടക്കുവാൻ കഴിഞ്ഞില്ല. ബാല്യക്കാരൻ്റെ വാക്കുകൾക്ക് അവനിൽ സംശയമോ അവിശ്വാസമോ ഉണ്ടായില്ല. അവൻ അത് പറയുന്തോറും ദൈവസന്നിധിയിൽ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി. അപ്പോൾ ലഭിക്കുന്നത് വരെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഇന്ന് ദൈവം നമ്മെ വിളിച്ചത്, തിരഞ്ഞെടുത്തത് ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടാകണം. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ദൈവം നമ്മോട് സംസാരിച്ചു. ദാനിയേൽ കിളിവാതിലുകൾ ആലയത്തിന് നേരെ തുറന്ന് അവൻ ദൈവസന്നിധിയിൽ ചെയ്തു വരുന്നത് പോലെ ദിവസത്തിൽ 3 പ്രാവശ്യം അവൻ പതിവ് പോലെ അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയുണ്ടാകണം. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയായിരിക്കണം.
ലഭിക്കുന്നതുവരെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ പർവ്വതത്തിൽ പ്രാർത്ഥിക്കണം. തീർച്ചയായും മറുപടിയുണ്ട്. തീർച്ചയായും ദൈവത്തിൻ്റെ മഹത്വം കാണുക തന്നെ ചെയ്യും. അസാധ്യമായി ഒന്നുമില്ലാത്ത ദൈവം നമ്മോട് കൂടെയുണ്ട്. കർത്താവിൻ്റെ കണ്ണ് ഈ ആലയത്തിലുണ്ട്, അവൻ്റെ ഹൃദയം ഈ ആലയത്തിലുണ്ട്, അവൻ്റെ ചെവി ആലയത്തിലുണ്ട്. എല്ലാ പ്രാർത്ഥനയ്ക്കും അവിടെ മറുപടിയുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. ദൈവസന്നിധിയിൽ ഇന്ന് കേൾപ്പിച്ചതായിട്ടുള്ള വചനത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. എസ്രയെ പോലെ ദൈവസന്നിധിയിൽ നമുക്ക് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കാം. കുറവുകളെല്ലാം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ശലോമോനെ പോലെ ദൈവമേ നീ താഴ്ന്നിറങ്ങി വരണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതിന് ദൈവം കൽപ്പിച്ചതുപോലെ, ദൈവം പറഞ്ഞതുപോലെ അതെല്ലാം നാം ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എന്നാൽ ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല, ആകേണ്ടതുപോലെ ആയിത്തീർന്നിട്ടില്ല. ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഏലിയാവിനെ പോലെ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിപ്പാൻ, ഉത്തരം ലഭിക്കുന്നതുവരെയും ദൈവസന്നിധിയിൽ കരയുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കാം. ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം.